ഹലോ ഫ്രണ്ട്സ്, ഈ കോരി ചൊരിയുന്ന മഴയത്ത് നമുക്കൊരു പൊതിച്ചോറ് തയ്യാറാക്കിയാലോ? അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. മഴയൊക്കെ നനഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാഴയില വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഴയില നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് തിരിച്ചും മറിച്ചും പിടിച്ച് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ച് വാട്ടിയെടുക്കാം. ഇങ്ങനെ വാട്ടിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇല മടക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാതിരിക്കാനായിട്ട് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഒരുപാട് യൂട്യൂബേഴ്സ് പൊതിച്ചോറ് കെട്ടുന്നത് കണ്ടപ്പോൾ എനിക്കും തോന്നിയതാണ് ഒരു പൊതിച്ചോറ് തയ്യാറാക്കിയാലും ഒന്ന്. അധികം പൊതിച്ചോറ് കഴിച്ച ഒരു ഓർമ്മയൊന്നും എനിക്കില്ല. അപ്പോൾ യൂട്യൂബിലൊക്കെ കണ്ടപ്പോൾ ഒരു തോന്നലുണ്ടായി, അപ്പോൾ തയ്യാറാക്കിയതാണ്. അങ്ങനെ നമ്മുടെ ആ ഒരു വാഴയില ഒരു ന്യൂസ് പേപ്പറിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ചോറിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരെയും മസ്റ്റായിട്ട് പൊതിച്ചോറിൽ കാണുന്നതാണ് നാളികേര ചമ്മന്തി. അപ്പോൾ കുറച്ച് നാളികേര ചമ്മന്തിയും അതുപോലെ നമ്മുടെ കൊഴുവ മീൻ വറുത്തതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പൊതിച്ചോറിൽ മസ്റ്റായിട്ടുള്ള ഒന്നാണ് മുട്ട ഓംപ്ലേറ്റ്. അപ്പോൾ അതും ഒരെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കടച്ചക്കയാണ്. അപ്പോൾ ഇന്ന് കടച്ചക്ക ഉപ്പേരി ആയിരുന്നു. അപ്പോൾ ആ കടച്ചക്ക ഉപ്പേരിയും കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ചാറുകറിയൊന്നും ഇപ്പോൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇത്രയും ആയിട്ടാണ് നമ്മൾ പൊതി കെട്ടാൻ പോകുന്നത്. അച്ചാർ ഒരു മസ്റ്റായിട്ടുള്ള ഘടകമായിരുന്നു, പക്ഷേ അച്ചാർ നമ്മുടെ കയ്യിലില്ല. നമ്മളിപ്പോൾ ഇത്രയും വെച്ചിട്ട് നമ്മുടെ വാഴയില തിരിച്ചും മറിച്ചും വെച്ച് നല്ല പോലെ ഒന്ന് പൊതി കെട്ടിയെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് നേരം ഇത് 4 സൈഡും കെട്ടിയതിന് ശേഷം ന്യൂസ് പേപ്പറും വെച്ച് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 4-5 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. നമുക്ക് 4-5 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പൊതിച്ചോറ് കഴിച്ചിട്ടുള്ളവരും അതുപോലെ ഈ പൊതിച്ചോറിനോട് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇപ്പോൾ ഒരു 4-5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ 4-5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ കണ്ടിലേക്ക് വാഴയിലൊക്കെ കറക്റ്റ് ഇങ്ങനെ മടങ്ങി സെറ്റായിട്ട് ഇരിക്കുകയാണ്. അതുമാത്രമല്ല, ഇത് തുറക്കുന്ന സമയത്ത് ഈ ഇല വാട്ടിയെടുത്തത് കൊണ്ട് അതിൻ്റെ ഒക്കെ ഒരു സ്മെല്ലും പിന്നെ എല്ലാ കറികളൊക്കെ ഒന്നിച്ചിങ്ങനെ യോജിച്ചതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും ഒരു തവണയെങ്കിലും ഇതുപോലെ പൊതിച്ചോറ് കെട്ടി നോക്കിയോളൂ. അപ്പോൾ ഞാൻ നമ്മുടെ പൊതിച്ചോറിൽ കുറച്ച് മീൻ കറിയും കൂടി ഒഴിച്ച് നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു മുട്ട ഓംപ്ലേറ്റിൽ നിന്ന് കുറച്ച് പീസും അതുപോലെ തന്നെ നമ്മുടെ ചമ്മന്തിയിൽ നിന്ന് കുറച്ച് പീസും ഒരു വറുത്ത മീനും കൂടി എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് എടുത്ത് കഴിക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ പൊതിച്ചോർക്ക് തയ്യാറാക്കി നോക്കിയോളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.